തിരുമേനി എ.വി. കുഞ്ഞമ്പു സ്മാരക വായനശാലയ്ക്ക് നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെയും പി. കരുണാകരൻ എം.പിയുടെയും പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച തുക ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി.കെ. മധു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുമേനി എ.വി. കുഞ്ഞമ്പു സ്മാരക വായനശാലയ്ക്ക് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി.കെ. മധു നിർവഹിച്ചു. എന്ന മഹാനായ വിപ്ലവകാരിയുടെ സ്മാരകമായിട്ടാണ് ഈ ഗ്രന്ഥാലയം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയ രജസിനി പുഴയൊഴുകുന്നത് കയ്യൂരിന്റെ തീരങ്ങളെ തൊട്ട് തലോടിക്കൊണ്ട് കയ്യൂരെന്നത് കേരളത്തിന്റെ സിരകളിൽ നിന്നും അഗ്നി പകർത്തുന്ന ആവേശകരമായ ഒരു സ്മരണ. സാമ്രാജ്യത്തിനെതിരായി, ജന്മിത്വത്തിനെതിരായി കേരളത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഓർമ്മകളാണ് കയ്യൂർ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ദേശസ്നേഹികളായ 4 വിപ്ലവകാരികളുടെ ജീവൻ സമർപ്പിക്കേണ്ടി വന്ന ത്യാഗസുരഭിലമായ ഒരു അധ്യായമാണ് കയ്യൂർ. കയ്യൂരും കരിവള്ളൂരും മുറാടിയും ചെറുകല്ലായും തില്ലങ്കേരിയും മനയങ്കുന്നും പാടിക്കുന്നും ഉഞ്ചിയും ഇടപ്പള്ളിയും പിന്നപ്പവയല അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ അത്യന്തവും അവിസ്മരണീയവുമായ ചോരപ്പാടുകൾ ഉണങ്ങിയ ഭൂമിക ഒരു പുതിയ കേരളം വാർത്തെടുക്കുന്നതിന്റെ നാന്ദിയായി മാറുകയായിരുന്നു എന്ന ചരിത്ര സത്യം നമുക്കറിയാം. വായനശാല പ്രസിഡന്റും ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗവുമായ വി.എൻ. ഗോപി അധ്യക്ഷനായി. എ.വി. കുഞ്ഞമ്പുവിൻ്റെ ഫോട്ടോ അനാച്ഛാദനം ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം കെ. രമേശൻ നിർവഹിച്ചു. നാടകപ്രവർത്തകനും എ.വി. കുഞ്ഞമ്പുവിൻ്റെ മകനുമായ ജയദേവൻ കരിവള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി.കെ. വിജയൻ വി.എൻ. ഗോപിയെ ആദരിച്ചു. കെ. ജോയി, കെ.എം. ഷാജി, കെ.ഡി. പ്രവീൺ, കെ.പി. സുനിത, കെ.എം. രാജേന്ദ്രൻ, കെ.സി. ലക്ഷ്മണൻ, രാജേന്ദ്രൻ കൂവക്കാട്ട്, വി.ജി. രവീന്ദ്രൻ, എ.സി. ജോയി, വി.ജി. ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെയും പി. കരുണാകരൻ എം.പിയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച തുക ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുമേനി. സ്വർണം പണയം വെക്കുക, കൂടിയ തുക വാങ്ങുക, എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ. കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം. മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം. സ്വർണ്ണ പണയത്തിന്മേൽ EMI തവണ വ്യവസ്ഥ സൗകര്യവും 25 വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും. കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ടുന്നതിന് കുറഞ്ഞ തുക ലോൺ എടുക്കണം. 1 പവൻ സ്വർണത്തിന് 48,000 രൂപ വരെ വായ്പ നൽകും. ഗ്രാമിന് 6,000 രൂപയും. സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സിലേക്ക് വന്നോളൂ. ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ്, ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ, ബ്രാഞ്ച് ചെറുപുഴ. മൊബൈൽ 9495 953 291 9961 370 822.